അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെ കുരുവട്ടൂരികളെ കാണുമ്പോൾ കുരുവട്ടൂരി നൗഷാദ്, കുഞ്ഞഹമ്മദ്, സമദ് ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ വഹാബികളെ കാണുമ്പോൾ നമ്മൾ സാധാരണ പാടുന്നൊരു പാട്ട്, പരിതാപ ജീവിത പടുകുഴിയിൽ വീണിട്ട് കര കാണാതുഴലുന്നു സുബ്ഹാനേ. കുരുവട്ടൂരികൾ കര കാണാതുഴലുന്നു സുബ്ഹാനേ. നൗഷാദ് കര കാണാതുഴലുന്നു നൗഷാദ്. കര കാണാതെ ഇങ്ങനെ വയന്ന് നടക്കുകയാണ്. കാര്യം നൗഷാദും കുഞ്ഞഹമ്മദും സമദും ഒരു കഥയില്ല, എല്ലായിടത്തും ഒരു വിഷയം ഇങ്ങനെ പറയുന്നേ. സമത കണ്ടില്ലേ, കഴിഞ്ഞ 2 പരിപാടിയിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഒക്കെ ഒന്ന് തന്നെ. പള്ളി ബസാർ, അതുപോലെ തന്നെ പിന്നെ 17-ാം തീയതി നടന്ന, ഇനിയിപ്പോൾ വരുന്ന മലപ്പുറത്ത് വരുന്ന ദിവസം നടത്തേണ്ടത്രേ. അതിലും പറയാനുള്ളത് തന്നെ, കുഞ്ഞഹമ്മദിനും സമദിനും നൗഷാദിനും ഒക്കെ ഒന്ന് തന്നെ, ഒരു കഥയില്ല. അങ്ങനെ കര കാണാതെ ഇങ്ങനെ നടക്കുകയാണ് അവർ, വയന്ന് നടക്കുകയാണ്. അപ്പോൾ പിന്നെ നൗഷാദ് പറഞ്ഞ പച്ചക്കളവുകൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. നൗഷാദ് ആദ്യം എന്തോ പിന്നെ അങ്ങേ അറ്റം കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങേ അറ്റം കാണിക്കും, അത് നമുക്ക് കേൾക്കാം, എന്നിട്ട് പറയാം. ഇനി ഞാൻ അതിൻ്റെ അങ്ങേയറ്റങ്ങൾ കാണിച്ചു തരാം. എന്താണ് ഇവർ ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളി. തിരിച്ചറിഞ്ഞോളൂ. ഭയപ്പെടുന്നത് അങ്ങേയറ്റം കണ്ടാലേ അങ്ങേയറ്റം കാണിച്ചാൽ പോകണം. അപ്പോൾ എന്തായാലും അങ്ങേയറ്റം നമുക്കൊന്ന് കേട്ട് നോക്കാം. കാണിച്ചു തരണത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്കറിയോ, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണെന്ന് പറഞ്ഞ ഉലമാ പുത്തൻവാദികളോട് കാലങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഇസ്തിഗാസ. കൊട്ടപ്പുറത്തെന്തിനാ സംവാദം നടത്തിയത്? ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് പറയാൻ. മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാൻ, അത് സമർത്ഥിക്കാൻ, അങ്ങനെ ഇസ്തിഗാസ അത് അനുവദനീയമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടപ്പുറം സംവാദം നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്തിനാണ് മഞ്ചേശ്വരത്തും എടമുട്ടത്തും വാദപ്രതിവാദം നടത്തിയത്? എന്തിനാണ് മഞ്ചേശ്വരത്തും എടമുട്ടത്തൊക്കെ സംവാദം നടത്തിയത്? ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന ഇസ്തിഗാസ സ്ഥിരപ്പെടുത്താൻ. അത് സ്ഥിരപ്പെടുത്താനാണ്. എന്നാൽ അതേ നാവുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ അവൻ്റെ വോയിസ് ഇട്ടു. എന്താ പറഞ്ഞത്? മഞ്ചേശ്വരത്ത് അത് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല, വേരോട് കഴിയുന്നത് വരെ, സംവാദം കഴിയുന്നത് വരെ, കാരണം ഈ ആശയമാണുള്ളത് അന്ന്. അതേ നാവുകൊണ്ട് അത് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പറയാണ് അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല സംവാദമൊക്കെ നടത്തിയത്. എന്താ പറയുന്നവർക്കല്ല. അപ്പോൾ പരിതാപ ജീവിത പടുകുഴിയിൽ വീണിട്ട് കര കാണാതുഴലുന്നു നൗഷാദ്, കര കാണാതുഴലുന്നു നൗഷാദ്. ബാക്കി പറയട്ടെ. അതിനു വേണ്ടി തന്നെയല്ലേ പൂനൂരിൽ വാദപ്രതിവാദം നടത്തിയത്, ശംസുലമ ഇ.കെ. ഉസ്താദ് പ്രസംഗിച്ചത്. എന്നാൽ ഈ ഇസ്തിഗാസക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് പറഞ്ഞവർ താനി വഹാബിയാകുന്നതാണ് ഇനി ഞാൻ കാണിക്കുന്നത്. എന്താണ് പറയുന്നതെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നീ വാചകങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതൊഴിവാക്കണം. ക്ലിപ്പിടുണ്ട് നേരെ ഓപ്പോസിറ്റ്. അന്തെന്ന് പറഞ്ഞ സാധനം ഇത്തിരി പോയിട്ടില്ല. സത്യത്തിൽ അവനക്ക് ഇതിന് മുന്നിൽ തന്നെ ഉണ്ട്, ആകെ ഭ്രാന്തായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പ്രസംഗം മൊത്തം അങ്ങോട്ട് ആകെ ഭ്രാന്തായിട്ടുണ്ട്. അതിന് കാരണം പറയുന്നുണ്ട്. ഒരു ക്ലിപ്പ് ഞാൻ കുറേ മുമ്പത്തെ കേട്ടതായിട്ട് ഓർമ്മിക്കണം. എന്താ പറഞ്ഞത്? എ.പി. ഉസ്താദിനൊക്കെ എന്ന് ഞാൻ എതിർക്കണോ അന്നക്ക് ഭ്രാന്തായിരിക്കും എന്ന് പറഞ്ഞതായിട്ട് അവൻ പറഞ്ഞ ഒരു വോയിസ് കുറേ മുമ്പ് കേട്ട ഓർമ്മയുണ്ട്. സത്യത്തിൽ അവർക്ക് ഭ്രാന്തായിട്ടുണ്ട്. എ.പി. ഉസ്താദിനൊക്കെ കുറ്റം പറയുന്നതാണ്. അപ്പോൾ ശരിക്ക് അവന് ഭ്രാന്താണ്, അവൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇവരെ വിളിക്കാൻ പാടില്ല, അത് പിന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നാണ് പോയി പറയണത്. ഞാൻ എന്തായാലും ക്ലിപ്പ് ഇടട്ടെ. അത് ഒഴിവാക്കണം. ദുർവ്യാഖ്യാനിക്കുക, പിരിച്ചുവിടുക. കുരുവട്ടൂരിസം പിരിച്ചുവിടുക നല്ലത്. ഒരു കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കുരുവട്ടൂർ വഹാബികൾക്ക് വരെ മനസ്സിലായിട്ടുണ്ട് അന്തംകമ്മികളാണ്. അപ്പോൾ ബദരീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ പിന്നെ അതുപോലെ മുഹിയുദ്ദീൻ ശൈഖയെ കാക്കണേ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അത് അവർക്ക് ഏത് രീതിയിലാണോ സഹായിക്കാൻ കഴിയുക ആ നിലക്ക് സഹായിക്കണം. ഇത് പണ്ഡിതന്മാരൊക്കെ പറയണതാണ്. നമുക്ക് പിന്നെ
എല്ലാ പണ്ഡിതന്മാരും പേരോട് ഉസ്താദ് മാത്രം എല്ലാവരും പറയുന്നതാണ്. ഇവൻ തന്നെ അതിന് മുമ്പ് കുറേ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. എന്ത് അവരൊക്കെ നിമിത്തങ്ങളാണ്, രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്, മുഹ്യിദ്ദീൻ ശേഖ് നിമിത്തമാണ് എന്നൊക്കെ ഇവൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ആ കേൾപ്പുകൾ നമുക്ക് കേൾക്കാം. സമീപിക്കുന്നു. നിങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവർ അല്ലാഹുവാ, ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങൾ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ല തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്, രോഗം മാറ്റിയത് അല്ലാഹുവാണ്. കണ്ടില്ലേ, കറക്റ്റായിട്ടാണ് നൗഷാദ് പറഞ്ഞത്. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. മുഹ്യിദ്ദീൻ ശേഖ് ജീലാനിയോട് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശേഖ് രോഗം മാറ്റുന്ന ഞങ്ങൾക്ക് വിശ്വാസമില്ലാതെ ഞങ്ങളെ വിശ്വാസമാണ്, രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. കറക്റ്റായിട്ട് ആര് പറഞ്ഞ് നൗഷാദ് പറയുന്നു. ഇപ്പോൾ ഹാലിളകിയിട്ടേ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാരെ പിന്നെ എതിർക്കുക, ഈ ഒരു ലക്ഷ്യം മാത്രമാണ്. ഇനി നൗഷാദ് പേരോട് ഉസ്താദിൻ്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. ഇനി ഒരു ഭാഗം നിങ്ങളൊന്ന് ദ്വാരക്കണം, അല്ലെ ശഫാഅത്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്നാണ് പറയുന്നതിനർത്ഥം. അല്ലാതെ ഇവിടെ രോഗം സുഖപ്പെടുന്നവൻ അള്ളാഹുവാണ്, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ച മൂമിനല്ലേ ഇത് പറയുന്നത്. പിന്നെ ആ മൂമിന് ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചിട്ട് വെറുതെ മുസ്ലിമീങ്ങളുടെ ഫിത്ന ഉണ്ടാക്കണം. കണ്ടോ, പേരോട് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് വഹാബികൾക്കാണ് മറുപടി പറഞ്ഞത്. ശിർക്കാക്കണോ, ശിർക്കാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കണോ എന്നാണ് ചോദിക്കുന്നത്. ആരോട് ചോദിക്കണത്? വഹാബികളോട്. മനസ്സിലായോ? നൗഷാദ് നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടു, അതന്നെ ആശയം. അപ്പോൾ അവൻ്റെ തൗഹീദും മറ്റേ വഹാബികളുടെ തൗഹീദ് ഉണ്ടല്ലോ, അതുകൊണ്ട് മറ്റേ അമ്പലക്കട ഫൈസി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ വഹാബികളുടെ തൗഹീദ് പിന്നെ ഈ ആധാറുമായി ബന്ധിപ്പിക്കണം. കാരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ ഇപ്പോൾ കുരുവട്ടൂരുള്ളതും ആധാറുമായി ബന്ധിപ്പിക്കണം. വഹാബികളെ പോലെ തന്നെ തൗഹീദ് മാറുകയാണ്. അപ്പോൾ നൗഷാദ് എന്താണോ വന്ന് പറഞ്ഞത് അതന്നെ പേരോട് ഉസ്താദ് പറഞ്ഞത്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്. നജീബ് ഉസ്താദ് പറയണത് നമുക്ക് കേൾക്കാം. അദ്ദേഹവും അത് തന്നെയാണ് പറയുന്നത്, നമുക്ക് കേൾക്കാം. അപ്പൊ അമ്പിയാവിനോടും മൗലിയാവിനോടും ഇവിടെ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ള നടത്തി തരുക, നബിമാരും ഔലിയാവിനോടും ചോദിക്കുക, അവരും നടത്തി തരുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഔലിയാവിനോട് ചോദിക്കുന്നത് അവരുടെ ശഫാഅത്ത് തേടലാണ്. നടത്തി തരുന്നത് ഔലിയാവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹുവാണ്. പക്ഷെ ഔലിയാവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിങ്കൽ അവർക്കുള്ള സ്ഥാനത്തെ മാനിച്ചിട്ട് ആ ശഫാഅത്ത് മുഖാന്തരം കിട്ടണം എന്നാണ് ചോദ്യത്തിന്റെ സ്വരം. അള്ളാഹുവിനോടാണ് അപ്പോഴും ചോദ്യം. നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ചോദ്യവും സ്വരവും ഒക്കെ അള്ളാഹുവിനോട് തന്നെ. അപ്പം നജീബ് ഉസ്താദ് എന്താ പറഞ്ഞത്? നൗഷാദ് പറയുന്നത് തന്നെ, പേരോട് ഉസ്താദ് പറയുന്നത് തന്നെ, മറ്റു പണ്ഡിതന്മാരൊക്കെ പറയണത് തന്നെ നിമിത്തമായിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇതാക്കിയിട്ട് ഒരാളോടുള്ള വെറുപ്പുണ്ട്. പേരോട് ഉസ്താദിനെ ഇങ്ങനെ പറയണേ. പേരോട് ഉസ്താദ് ഇസ്തിഗാസക്ക് തെളിവുകളാണ് ഉദ്ധരിക്കുന്നത് ധാരാളം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ കിട്ടിയിരുന്നത് ധാരാളം. പക്ഷെ അതൊന്നും ഈച്ച സ്വഭാവമുള്ള നൗഷാദും ഈ കുരുവട്ടൂരും കാണില്ല. അവരിതൊന്നും കാണാം. അവർ നൗഷാദിൻ്റെ ഇങ്ങനെ ഫോളോ ചെയ്യും. എന്നൊക്കെ PM ഇങ്ങനെ വിടുന്നു അടുത്ത പരിപാടിയുടേത്. അതുപോലെ തന്നെ പരിപാടി നടക്കുമ്പോൾ ലൈവായിട്ടുള്ളതിൻ്റെ ലിങ്കുകൾ ഇതിങ്ങനെ വിടുക, ഇതിങ്ങനെ കേൾക്കുക തന്നെ. വേറെ ഒരു കഥയില്ല. വേറെ ഈ കിണറ്റത്തെ തളടമാതിരി ഞാൻ നടക്കുകയാണ് കുരുവട്ടൂരുകൾ. അപ്പം നജീബ് ഉസ്താദും അത് തന്നെ പറയണത്. ഇനി നമുക്ക് അമ്പലക്കാട് ഹമീദ് ഫൈസി, അദ്ദേഹവും ഇത് തന്നെയാണ് പറയുന്നത്. അത് നമുക്ക് കേൾക്കാം. തന്റെ എല്ലാമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫ് തന്റെ ജീവിതത്തിലെ അസുലഭ നിമിഷത്തിൽ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ റൗദയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിരില്ലാ, എൻ്റെ ഹബീബായ നബിയെ അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ, എൻ്റെ ദോഷം പൊറുത്തു തരാൻ വേണ്ടി സഹായം ചോദിക്കണേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം കാണാത്ത മാർഗത്തിലൂടെയാണ്, അദൃശ്യമായ രൂപത്തിലൂടെയാണ്. എന്താണ് ഹമീദ് ഫൈസി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വഫാത്തായ നമുക്ക് കാണാത്ത രീതിയിലാണ്, അഭൗതിക രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ്. പണ്ഡിതന്മാരൊക്കെ ഇത് പഠിപ്പിക്കുന്നു എല്ലാവരും. നൗഷാദും മുമ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ?
അപ്പോൾ ഇതാണ്. എന്നിട്ട് വെറുതെ കുതിരകഥ അതിനെതിരാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയണത് ശരിയല്ല. ശേഷം ഉടനെ ക്ലിപ്പുകളിലൊക്കെ വ്യവസായം പറയുന്നുണ്ട്, നമ്മൾ ഇർത്തക്കബത്ത് ചൊല്ലിയിട്ടുണ്ട്, ഹബീബായ നബി തങ്ങളോട് നേരിട്ട് തന്നെയാണ് അംഗീകരിക്കുകയാണ്, അത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ബദർ അവരെ കൊണ്ട് തവസലാക്കിയിട്ടുള്ളത് അതും പേരോട് ഉസ്താദ് പറയുന്നത്. അതൊക്കെ ശേഷം നൗഷാദ് ഇങ്ങനെ ഇട്ടിട്ട് കബളിപ്പിക്കുക, വെറും കബളിപ്പിക്കുക, കളവ് പറയാം, പാച്ചകളവ്, വഹാബികൾ തന്നെ ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞ ഹദീസ് വഹാബികൾക്കും ഫിറ്റാണ്, കുരുവട്ടൂരുകൾക്കും ഫിറ്റാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് ഓരോന്ന് കേൾക്കാം. അടുത്ത പരിപാടി നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ദിവസം, അതിൻ്റെ പിന്നെ പരസ്യം കണ്ട് അതിലും പറയാനുള്ളത് ഇതൊക്കെ തന്നെ കാരണം നിങ്ങൾക്ക് കേൾക്കാം. ഈ സമതിന് പറയാനുള്ളത് മഹാനായ സംസുല്ലുലമ CM മടവൂരിൻ്റെ അടുത്ത് ചെന്നു, അനിയനാണ്, ശിഷ്യനാണ്. എന്നിട്ട് അവിടുത്തെ കട്ടിലിൻ്റെ താഴെ കിടന്ന് വളരെ വിനയത്തോടുകൂടി ഇതെന്നെ കുഞ്ഞായ്മതിന് പറയാനുള്ളത് അവൻ സാധാരണ പറയുന്നത് തന്നെ നൗഷാദിനും ഈ കളവും കബളിപ്പിക്കലും. അപ്പോൾ എന്തായാലും ഇവരുടെ അവസ്ഥ നമുക്കൊന്നും കൂടെ പാടാം. പരിതാപ ജീവിത പടുകുഴിയിൽ വീണിട്ട് കര കാണാതുഴലുന്നു നൗഷാദ്, കര കാണാതുഴലുന്നു കുരുവട്ടൂരികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.